Welcome to NRI World. നഴ്സിംഗ് മേഖലയിലേക്കുള്ള വിദേശ റിക്രൂട്ട്മെന്റ് വർദ്ധിച്ചതായി നോർക്കയിലെ റിക്രൂട്ടിംഗ് മാനേജർ പ്രകാശ് പി ജോസഫ്. ഉദ്യോഗാർത്ഥികൾ ഏജൻസികളെ സമീപിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം മൈഫിൻ ടിവിയോട് പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണാം. പ്രധാനമായിട്ടും വിദേശ റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായിട്ട് ഹെൽത്ത് കെയർ സെക്ടർ, പ്രധാനമായിട്ട് അതിനകത്ത് നഴ്സിംഗ് സെക്ടറിലേക്കാണ് കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നോർക്ക് വഴി നടക്കുന്നത്. നഴ്സിംഗ് അല്ലാതെ നമ്മൾ ഡോക്ടർമാരെ വിദേശത്തേക്ക് രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് നോർക്ക് വഴി. അതിന് പുറമെ ഇലക്ട്രീഷ്യൻസ്മാർ പോകാറുണ്ട്, പിന്നെ ഹൗസ് മെയ്ഡ് ചില രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട്. അതുകൂടാതെ തന്നെ ചുരുക്കം ചില ബ്ലൂ കോളർ ജോബ്, മറ്റ് ടെക്നിക്കൽ ജോബുകളിലേക്കും പലതിലും പോകാറുണ്ട്. UAE-യിലേക്കും GCC കൺട്രീസിലേക്കും പോകാറുണ്ട്. പ്രധാനമായിട്ടും കേരളത്തിലെ നഴ്സുമാർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസ്, അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം യു കെയിലേക്കായിരുന്നു കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ വളരെയധികം UK-യിലേക്ക് ഒരു 3 വർഷം മുമ്പ് വരെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ UK-യിൽ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വളരെയധികം കുറഞ്ഞു. അവർക്ക് നഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം നിന്ന പോലെയാണ് UK-യിലേക്കുള്ളത്. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൂടുതലും നഴ്സുമാർ ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രിയ തുടങ്ങിയ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. ഈ രാജ്യങ്ങളിൽ ഇപ്പം ധാരാളം നഴ്സിംഗ് ഒഴിവുകൾ നിലവിലുണ്ട്. താല്പര്യം കുറഞ്ഞതല്ല, നഴ്സിംഗ് കഴിഞ്ഞവർക്ക് കൂടുതലും UK-യിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോഴും താല്പര്യമുള്ളത്. കാരണം പലരും IELTS-ഉം OET ഒക്കെ പാസ്സായി UK-യിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് നഴ്സുമാർ കേരളത്തിലുണ്ട്. പക്ഷേ നിലവിൽ UK-യിൽ അവസരങ്ങൾ വളരെ കുറഞ്ഞു. അതിന് പൊളിറ്റിക്കലായ കാരണങ്ങളുണ്ട്. പിന്നെ UK-യിൽ തന്നെ നഴ്സുമാരുടെ ഒഴിവുകൾ വളരെയധികം കുറഞ്ഞു. പലരും ഇതിനു മുമ്പ് കെയർ വിസയിലും മറ്റ് ജോലികൾക്ക് ആയി പോയിട്ടുള്ളവരും, പിന്നെ നേഴ്സിംഗ് പഠിച്ച് അവിടെ തന്നെ നേഴ്സിംഗ് പഠിച്ചു വന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം അവിടെ എത്തിയപ്പോഴത്തേനും നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് അവർ ഏകദേശം നിർത്തിയ പോലെ തന്നെയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ UK-യിലേക്കുള്ള ഒഴിവ് ഏകദേശം നിലവിൽ ഇപ്പം വളരെ കുറവാണ്. US-ലേക്കും നേഴ്സിംഗ് രംഗത്തോട്ടുള്ള നേരിട്ടുള്ള നിയമനങ്ങളും വളരെ കുറവാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. US-ലേക്ക് നോർക്ക വഴി നിയമനങ്ങളൊന്നും നിലവിലില്ല. അതുപോലെ തന്നെ US-ലേക്ക് മുൻപ് പണ്ട് കാലത്ത് ഒരു 10 വർഷം മുമ്പ് നടത്തിയിരുന്ന കുടിയേറ്റം പോലെ വ്യാപകമായ കുടിയേറ്റങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഒന്ന്, US-ൻ്റെ വിദേശ മൈഗ്രേഷൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗിൻ്റെ റിക്വയർമെൻറ്റും കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്നോ ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ നേഷ്യൻ കൺട്രീസിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവാണ് US-ലേക്ക് ഇപ്പോൾ നിലവിൽ. നമ്മുടെ നോർക്ക വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷത്തിലധികം വളരെയധികം കൂടിയിട്ടുണ്ട്. ഈ വർഷം, കഴിഞ്ഞ വർഷം നമുക്ക് 550ഓളം നേഴ്സുമാരെയായിരുന്നു നമ്മൾ റിക്രൂട്ട് ചെയ്തത്. ഈ വർഷം അത് 1000-ലധികം 1100ഓളം നേഴ്സുമാരെ ഈ കഴിഞ്ഞ 24-25 സാമ്പത്തിക വർഷം നമ്മൾ റിക്രൂട്ട് ചെയ്തു. ഇപ്പോൾ നോർക്കയുടെ റിക്രൂട്ട്മെൻറ്റിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുള്ളത്. 1000-ൽ കൂടുതൽ നഴ്സുമാരെ നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക്, പ്രധാനമായിട്ട് ജർമ്മനി, അതുപോലെ തന്നെ UK-യിൽ വെയിൽസിലേക്ക് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്മൾ UK-യിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വളരെയധികം കുറഞ്ഞെന്ന്. പക്ഷേ നോർക്കയ്ക്ക് UK വെയിൽസുമായിട്ട് നേരിട്ട് ഗവൺമെൻറ് ടു ഗവൺമെൻറ് തലത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 300-ലധികം നേഴ്സുമാരെ നമ്മൾ UK-യിലേക്ക് നമ്മൾ നിയമനം നടത്തി. പക്ഷേ മറ്റ് ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സ്വകാര്യ ഏജൻസികൾ, പ്രൈവറ്റ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വഴിയൊന്നും ഈ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് UK-യിലേക്ക് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോർക്ക വഴി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ വർഷം UK-യിലേക്ക് നടന്ന ഈ 300 റിക്രൂട്ട്മെൻറ്റും ഉണ്ടായിട്ടുള്ളത്. അതുൾപ്പെടെ നമ്മൾ 1100-ലധികം നേഴ്സുമാർ ജർമ്മനിയിലേക്കും UK-യിലേക്കും സൗദി, GCC-യിലെ മറ്റ് ചില രാജ്യങ്ങളിലേക്കുമായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്.
നോർക്കയെ സംബന്ധിച്ചിടത്തോളം നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കൂടുതലുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ജർമ്മനിയിൽ നിന്നുള്ള ഡിമാൻഡ് നല്ല തോതിൽ ഇപ്പോഴും ഉണ്ട്. ജർമ്മനിയിലേക്കുള്ള ഡിമാൻഡ് നല്ല തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇപ്പം കൂടുതലും IELTS-ഉം OET ഒക്കെ എഴുതുന്നതിന് പകരം ജർമ്മൻ ഭാഷ, നഴ്സിംഗിന് ശേഷം ജർമ്മൻ ഭാഷ പഠിക്കുകയും അതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. പലരും നഴ്സിംഗ് പഠനത്തിന് ശേഷം ജോലിക്ക് പോകാതെ തന്നെ ജർമ്മൻ ഭാഷ പഠിക്കുകയും എന്നിട്ട് ജർമ്മനിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് നോർക്ക വഴിയും അല്ലാതെയും ജർമ്മനിയിലേക്ക് ജോലി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമ്മൾ നോർക്ക വഴിയുള്ള വേക്കൻസികളിലേക്ക് നോർക്കയുടെ എംപ്ലോയർ നമ്മളെ അറിയിക്കുകയും വേക്കൻസി അറിയിക്കുന്നതിനനുസരിച്ച് നോർക്ക വിവിധ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ അതുപോലെ പത്രങ്ങളിലൂടെയൊക്കെ പരസ്യം ചെയ്യുന്നുണ്ട് വേക്കൻസികളെ സംബന്ധിച്ച്. ആ പരസ്യത്തിന് അഗേൻസ്റ്റായിട്ട് അവർ അപ്ലൈ ചെയ്യുകയും അതിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാൻഡിഡേറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതുവഴി ഇപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ ജർമ്മൻ റിക്രൂട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മളിപ്പം തൊട്ട് മുമ്പ് നമ്മൾ 250 വിദ്യാർത്ഥികളെ 250 നഴ്സുമാരെ നമ്മൾ റിക്രൂട്ട് ചെയ്തിരുന്നു ഒരു 3 മാസം മുമ്പ്. അപ്പോൾ അതിൽ നമുക്ക് 4500ഓളം അപേക്ഷകൾ ലഭിച്ചിരുന്നു. അത് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും അതല്ലാതെ തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെയും പരസ്യങ്ങൾ ചെയ്ത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇത്രയും ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തു. അതിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവരുടെ മെറിറ്റ് ബേസ്ഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ ജർമ്മനിയിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഭാഷാ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ ആ ഭാഷാ പരിശീലനം പൂർത്തിയാക്കി അവർ ജർമ്മൻ ഭാഷയിൽ B1 ലെവൽ പാസ്സായതിനു ശേഷം അവർക്ക് അതിനോടൊപ്പം തന്നെ അവരുടെ ഡിപ്ലോയ്മെൻറ്റ് നടപടികളും നോർക്കയുടെ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടപടികളൊക്കെ ചെയ്യുന്നത്. ഈ ഭാഷാ പരിശീലനം ഒരാൾ B1 ലെവൽ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനിയിലേക്ക് പോകാം, അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. വിദേശ കുടിയേറ്റം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും അതുപോലെ വിദേശത്തു നിന്ന് തിരികെ വന്നവർക്കും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമാണ് നോർക്ക റൂട്ട്സ്. അപ്പം വിദേശത്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പലരും വിദേശത്ത് പോകാൻ വേണ്ടി ജോലി അന്വേഷിച്ച് പോവുകയും എന്നാൽ ചതിയപ്പെടുകയും ഇങ്ങനെയൊക്കെ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടി ഒരുപാട് പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് ഏജൻസികൾ, വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്, ഒരുപാട് ലൈസൻസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്, അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുമുണ്ട്. അപ്പം ലൈസൻസ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകണമെങ്കിൽ ഇത്തരം ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയമാണ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈസൻസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ അവരുടെ ഇ-മൈഗ്രേറ്റ് എന്ന പോർട്ടലിൽ ലൈസൻസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ എല്ലാം വിശദ വിവരങ്ങളുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർ, ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളവർ, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് വിദേശത്തേക്ക് പോകുന്നവർക്ക് കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം ഭാരത സർക്കാരിൻ്റെ ഈ പോർട്ടലിൽ തന്നെ ഉണ്ട്. അപ്പം വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവർ പോകുന്നത് പ്രോപ്പർ ചാനലിലൂടെയാണെന്നുള്ളത് അവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കണം. ഏത് ഏജൻസി വഴിയാണ് പോകുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈസൻസ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയാണോ അവർ പോകുന്നതെന്നുള്ള കാര്യം അവർ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധിച്ച് വർക്ക് വിസയിലാണോ പോകുന്നത്. പലരും വിസിറ്റിംഗ് വിസയിൽ ജോലിക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ജോലി കിട്ടും എന്നുള്ള വാഗ്ദാനത്തിൽ പോകുന്നു. എന്നാൽ അങ്ങനെ പോയി കഴിയുന്ന പലരും തിരിച്ചു വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ജോലിയിലായിരിക്കില്ല അവരവിടെ ചെന്ന് ചേരുന്നത്. അപ്പോൾ ഇത്തരം അബദ്ധങ്ങളൊക്കെ വരാതെ കൃത്യമായ അവരുടെ ജോലിയെ സംബന്ധിച്ചും വിദേശത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചും അതിൻ്റെ സേഫ് മൈഗ്രേഷൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ അവർ പോകാൻ പാടുള്ളൂ. അപ്പം നോർക്കയെ സംബന്ധിച്ച് നോർക്ക ഇതിനു വേണ്ടി തന്നെ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൽ മൈഗ്രൻസിനെ ഉദ്ദേശിച്ച് നമ്മൾ പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഫൈനൽ ഇയർ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും നഴ്സിംഗ് കോളേജുകളിൽ കഴിഞ്ഞ വർഷം നമ്മൾ 20ഓളം പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തി. ഈ വർഷം നമ്മളൊരു 40 എണ്ണത്തിൽ കൂടുതൽ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് ഇപ്പം നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റ് മേഖലകളിലുള്ളവർക്ക് നമ്മൾ പൊതുവായ
ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ, വിദേശത്ത് പോകുമ്പം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പോകുന്ന പ്രൊസീജിയറും എല്ലാ കാര്യങ്ങളും, ഒരു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മൈഗ്രൻ്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫുൾ ഡേ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഹാഫ് ഡേ പ്രോഗ്രാമായിട്ട് നോർക്ക ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ നോർക്ക ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങളും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യക്കാരെ ആകർഷിച്ച് EB-5 വിസ. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും സാമ്പത്തികമായി മെച്ചപ്പെട്ടവരുമാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ EB-5 വിസ തിരഞ്ഞെടുക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൈകാര്യം ചെയ്യുന്ന ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാമാണ് EB-5 വിസ. ഈ വിസ മുഖേന കുറഞ്ഞത് $8 ലക്ഷം അമേരിക്കയിലെ പുതിയ ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്ന വിദേശികൾക്ക് ഗ്രീൻ കാർഡ് നേടാം. EB-5 വിസ അപേക്ഷകന്റെ ഭാര്യയ്ക്കും 21 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഗ്രീൻ കാർഡ് ലഭിക്കും. കൂടാതെ അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുമാകും. ഇന്ത്യക്കാർക്കുള്ള EB-5 വിസയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഏകദേശം 5-6 വർഷമെടുക്കും. അപേക്ഷകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കാലതാമസവും നേരിടും. സ്കോളർഷിപ്പ്, ലോങ് സ്റ്റേ വിസകൾ ഉൾപ്പെടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വൻ അവസരമൊരുക്കി ഫ്രാൻസ്. യൂണിവേഴ്സിറ്റി ലിവിംഗിന്റെ യൂറോപ്യൻ സ്റ്റുഡന്റ് ലാൻഡ്സ്കേപ്പ് റിപ്പോർട്ട് പ്രകാരം 2024 ഏകദേശം 29 ലക്ഷം വിദ്യാർത്ഥികൾ ഫ്രാൻസിൽ പഠിക്കുന്നുണ്ട്. ആകെ വിദ്യാർത്ഥികളിൽ 89% പേരും സ്വദേശികളാണ്. 11% വരുന്ന വിദേശ വിദ്യാർത്ഥികളിൽ 7344 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരും. വഴി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യാനും സാധിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 2 വർഷത്തേക്ക് പോസ്റ്റ് സ്റ്റഡി വിസ ലഭിക്കും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ 2027ഓടെ 35,000 പുതിയ വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇത് പാർപ്പിടത്തിന്റെ കുറവ് പരിഹരിക്കാൻ സഹായിക്കും. കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കോഴ്സുകളും 100 ബില്യൺ ഫ്രാൻസ് റിലയൻസ് പദ്ധതിയിലൂടെ പുതിയ തൊഴിലവസരങ്ങളും ഫ്രാൻസ് നൽകുന്നു.
വൈവിധ്യം, മികച്ച വിദ്യാഭ്യാസം എന്നിവ ഫ്രാൻസിനെ ഏറ്റവും ആകർഷകമായ പഠന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റി. മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം, ലോകപ്രശസ്തമായ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള കോഴ്സുകൾ എന്നിവ ഫ്രാൻസിന്റെ പ്രത്യേകതയാണ്. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ജീവിതം. UAE എങ്ങനെയാണ് പ്രവാസികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയതെന്ന് നോക്കാം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് പ്രവാസികൾക്ക് UAE അവരുടെ രണ്ടാമത്തെ വീടാണ്. അടക്കമുള്ള നിരവധി പ്രവാസികൾ പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്ന് UAE ആണെന്നാണ്. കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും ശക്തമായ നിയമ സംവിധാനവും ഇവിടെയുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള റോഡുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും UAE-യിലുണ്ട്. IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ എന്നീ മേഖലകൾ മലയാളികൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളിലൊന്നാണ് കാനഡ. ഉയർന്ന ജീവിത നിലവാരം, ലോകോത്തര വിദ്യാഭ്യാസ സമ്പ്രദായം, തൊഴിലവസരങ്ങൾ, അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. ലളിതമായ ഇമിഗ്രേഷൻ സംവിധാനവും ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധവും കാനഡയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. കനേഡിയൻ പെർമനന്റ് റെസിഡൻസി നിങ്ങൾക്ക് ദീർഘകാലം കാനഡയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനുമെല്ലാം അനുവാദം നൽകുന്നു. മാത്രമല്ല, കനേഡിയൻ PR ഉള്ള ഇന്ത്യക്കാർക്ക് ആരോഗ്യ സംരക്ഷണം, സാമൂഹികമായ ആനുകൂല്യങ്ങൾ തുടങ്ങി കനേഡിയൻ ജനതയ്ക്കുള്ള ഒട്ടുമിക്ക എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യും. PR-ന് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. 18-നും 44-നും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. ബിരുദമോ പോസ്റ്റ് സെക്കൻഡറി വിദ്യാഭ്യാസമോ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ വൈദഗ്ധ്യം തെളിയിക്കണം. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി PR-ന് അപേക്ഷിക്കാം. എക്സ്പ്രസ് എൻട്രി മുഖേന 6 മുതൽ 12 മാസത്തിനുള്ളിൽ സ്ഥിര താമസാനുമതി ലഭിക്കും. കാനഡ PR-ന് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് ഏകദേശം 97,981 രൂപയാണ്. ഇതിനു പുറമെ ഭാഷാ പരീക്ഷാ ഫീസ്, മെഡിക്കൽ പരിശോധനകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയ്ക്ക് അധിക ചെലവ് വരും. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗിക തുടക്കം. രാജ്യത്തെ നാഷണൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാകും ഗൂഗിൾ പേ ഇനി പ്രവർത്തിക്കുക. പ്രവാസികൾക്കായി ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ച് നോർക്ക. പ്രവാസി കേരളീയർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്ന നോർക്ക കെയർ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഖത്തറിൽ ഭക്ഷ്യവിതരണ പ്ലാറ്റ്ഫോമായ തലബാത്തിന്റെ സേവനങ്ങൾ പുനരാരംഭിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം തലബാത്ത് ഡെലിവറി സേവനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. ഖത്തറിൽ തൊഴിലാളികളുടെ ശമ്പളം കൃത്യസമയത്ത് കൈമാറാൻ പുതിയ സംവിധാനം.
അഷൽ പ്ലാറ്റ്ഫോം വഴി കമ്പനികളിൽ നിന്ന് ബാങ്കുകളിലേക്ക് ശമ്പളം കൈമാറുന്നതിനുള്ള പുതിയ സംവിധാനമാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ചർച്ച ചെയ്തത്. ദുബായ് സഫാരി പാർക്ക് ഒക്ടോബർ 14-ന് വീണ്ടും തുറക്കുന്നു. 3000-ത്തിലധികം മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവിടെ കാണാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ദുബായിൽ CBSE വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ തിരുത്താൻ നവംബർ 14 മുതൽ 28 വരെ അവസരം. 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ തിരുത്താനാണ് മാർഗനിർദ്ദേശം നൽകിയത്. കുവൈറ്റിൽ കുഞ്ഞിന്റെ ജനനം 2 മാസത്തിനകം രജിസ്റ്റർ ചെയ്യാത്ത രക്ഷിതാക്കൾക്ക് പിഴ ചുമത്തുന്നത് പരിഗണനയിൽ. നിയമം ലംഘിക്കുന്ന രക്ഷിതാക്കൾക്ക് 2000 മുതൽ 3000 ദിനാർ വരെ പിഴ ചുമത്താനാണ് നീക്കം. തൻവീർ ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പിന് ഷാർജ ആതിഥേയത്വം വഹിക്കും. മലീഹ മരുഭൂമിയിൽ നവംബർ 21 മുതൽ 23 വരെയാണ് കലാവിരുന്ന്. ലോകപ്രശസ്തരായ ഒട്ടേറെ കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. റിയാദ് മെട്രോയിലും പബ്ലിക് ബസ്സുകളിലും മുതിർന്ന പ്രവാസികൾക്ക് ഇനി മുതൽ പകുതി പണം നൽകിയാൽ മതി. സൗദിയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള 50% ടിക്കറ്റ് ഇളവ് മുതിർന്ന പ്രവാസികൾക്കും ലഭിക്കും. ടിക്കറ്റ് കൗണ്ടറുകളിൽ താമസരേഖ സമർപ്പിച്ചാൽ ഇളവ് ലഭിക്കും. ദുബായിൽ ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് സീസൺ ഒക്ടോബർ 15-ന് ആരംഭിക്കും. 90 രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ള 30 പവലിയനുകൾ സന്ദർശിച്ച് വ്യത്യസ്ത നാടുകളിലെ കലാ സാംസ്കാരിക പൈതൃകം അടുത്തറിയാം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. സമ്പന്നരുടെ പറുദീസ. 2 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കുഞ്ഞൻ രാജ്യത്തിന്റെ വിശേഷങ്ങൾ അറിയാം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. പ്രശസ്തമായ ചീസ് ബ്രെഡ്, ജോർജിയൻ ഖച്ചാപുരി.
നമസ്കാരം.